ഓഡിബിൾ ആണ്. ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഈ ഒരു സെഷനകത്ത് നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള 6 മന്ത് ലെക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയായിരിക്കണം ഈ എക്സാമിനേഷന്റെ പ്രിപ്പറേഷൻ, അതുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിലിംഗ് നടത്തുക എന്നുള്ളതാണ് ഈ ഒരു ലെക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ ഇനിയുള്ള 6 മാസം പ്രിപ്പറേഷൻ മുന്നോട്ട് പോകണം, സിലബസ് എന്താണ്, തുടങ്ങിയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഏരിയാസ് ആണ് ഇന്നത്തെ ഈ ഒരു ഡിസ്കഷന്റെ പർപ്പസ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, സോ ലെറ്റ് മി സ്റ്റാർട്ട്. എനിവേ, നമുക്ക് ടൈം ഒട്ടും കളയണ്ട. ആദ്യമായിട്ട് ഈ എക്സാമിനേഷനെ പറ്റി ഒന്ന് ബ്രീഫ് ചെയ്യാം. UGC നെറ്റ് എക്സാമിനേഷൻ ഇപ്പോൾ കണ്ടക്ട് ചെയ്തത് 3 പർപ്പസുകൾ വെച്ചുകൊണ്ടാണ്. ഒന്നാമതായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിനുള്ള യോഗ്യതയായിട്ട് നെറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിനുള്ള യോഗ്യതയാണ്. അതുകൂടാതെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് JRF, 30 വയസ്സിന് താഴെയാണ് നിങ്ങളുടെ ഏജെങ്കിൽ JRF-നുള്ള യോഗ്യത നമുക്കുണ്ട്. അപ്പോൾ അതും അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഉള്ളത് PhD എൻട്രൻസ് ആണ്. നമ്മൾ എപ്പോഴും ടാർഗറ്റ് ചെയ്യേണ്ടത് ഈ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങളാണ്, JRF-ഉം നെറ്റും. PhD എൻട്രൻസ് എന്ന് പറയുന്നത് PhD-യിലേക്കുള്ള യോഗ്യത മാത്രമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ ആണ്. ഏകദേശം പറയുമ്പോൾ ടോപ്പിൽ ഈ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യുന്ന 1% ആളുകൾക്കാണ് JRF-നുള്ള സാധ്യതയുള്ളത്. അതേപോലെ 6%, 5 മുതൽ 6% വരെയുള്ള ആളുകൾക്കാണ് നെറ്റിന് യോഗ്യത കിട്ടുന്നത്. അതേപോലെ ഏതാണ്ട് 12-13% ആളുകൾക്കാണ് PhD എൻട്രൻസിനുള്ള യോഗ്യതയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഈ എക്സാമിനേഷന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ. ഈ രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ടാണ് ഈ എക്സാമിനേഷൻ NTA കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള യോഗ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ കാൻഡിഡേറ്റ്സ് മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ 55%, ജനറൽ കാറ്റഗറി ആണെങ്കിൽ 55% മാർക്സ് ഉള്ളവർക്ക് ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാം. അതേപോലെ OBC, PWD, SC/ST കാറ്റഗറിയിൽ വരുന്ന ആളുകളാണെങ്കിൽ 50% മാർക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാം. അതുകൂടാതെ മാസ്റ്റേഴ്സ് ഡിഗ്രി പെർസ്യൂ ചെയ്യുന്ന ആളുകൾക്കും ഈ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാം. മാസ്റ്റേഴ്സ് ഡിഗ്രി പെർസ്യൂ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഒറ്റ കണ്ടീഷൻ മാത്രമേ പറയുന്നുള്ളൂ. അതായത് നമ്മൾ ഈ നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുന്ന ഡേറ്റ് എന്താണോ ആ ഡേറ്റിൽ നിന്നും 2 വർഷത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ PG കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമാണ് NTA മുന്നോട്ട് വെച്ചിട്ടുള്ളത്, UGC പറയുന്നത് കേട്ടോ. ദെൻ ഇനി നമ്മൾ എന്താണ് ഈ എക്സാമിനേഷൻ എന്ന് പറഞ്ഞു. ദെൻ ഏത് രീതിയിലാണ് എക്സാമിനേഷന്റെ യോഗ്യത എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ എക്സാമിനേഷൻ എങ്ങനെ ടാക്കിൾ ചെയ്യാം. അതിനുവേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ബ്രീഫ്ലി പറയാം. ആദ്യമായിട്ട് പേപ്പർ 2-ൻ്റെയും പേപ്പർ 1-ൻ്റെയും, നമ്മുടെ ജനറൽ പേപ്പറിൻ്റെയും അതേപോലെ തന്നെ പേപ്പർ 2, ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങളുടെ പേപ്പർ 2 വരുന്നത് ആ പേപ്പർ 2-ൻ്റെയും കൃത്യമായിട്ടുള്ള സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. ഓക്കെ, സോ സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോട്ടൽ 82 സബ്ജക്ട്സ് ആണ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഈ 82 സബ്ജക്ട്സ് എന്ന് പറയുന്നത് സബ്ജക്ട് ഏരിയാസ്, നമ്മളിപ്പോൾ കൊമേഴ്സ് ആണോ മാനേജ്മെന്റ് ആണോ അങ്ങനെ 82 സബ്ജക്ട്സ് നെറ്റ് എക്സാമിനേഷന് വേണ്ടി ഓഫർ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മളുടെ PG സബ്ജക്ട്സ് ഏതാണോ അതായിരിക്കും നമ്മൾ നോർമലി ഓപ്റ്റ് ചെയ്യുന്നത്. ചില സബ്ജക്റ്റുകൾക്ക് നമുക്ക് വേണമെങ്കിൽ മറ്റ് സബ്ജക്റ്റിൽ എക്സാം എഴുതാൻ സാധിക്കും. ലൈക്ക് ഇപ്പോൾ കൊമേഴ്സിൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്ക് വേണമെങ്കിൽ മാനേജ്മെന്റ് എക്സാം എഴുതാം. അങ്ങനെ കുറച്ച് ഫ്ലെക്സിബിലിറ്റീസ് ദയർ. ഇവൻ ദോ നമ്മൾ എന്തായാലും PG-യിൽ ഏത് സബ്ജക്റ്റിനാണോ PG എടുത്തിരിക്കുന്നത് അതേ സബ്ജക്റ്റുകളിലാണ് നോർമലി നമ്മൾ അറ്റൻഡ് ചെയ്യാറ്. ദെൻ എക്സാമിന്റെ പാറ്റേൺ ഇതാണ്. അതായത് 2 പേപ്പേഴ്സ് ആണ് ഈ എക്സാമിനേഷന്റെ ഭാഗമായിട്ട് വരുന്നത്. ഒന്ന് കോമൺ പേപ്പർ, ദാറ്റ് ഈസ് ജനറൽ പേപ്പർ 1 എന്ന് പറയും. രണ്ടാമത്തത് പേപ്പർ 2 ആണ്, അത് നമ്മുടെ സബ്ജക്ട് പേപ്പറാണ്. ദെൻ പേപ്പർ 1-ലേക്ക് വരുമ്പോൾ 50 ക്വസ്റ്റ്യൻസും പേപ്പർ 2-ൽ 100 ക്വസ്റ്റ്യൻസും, ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിനേഷനിൽ വരുന്നത്. ഈ 150 ക്വസ്റ്റ്യൻസിന് 2 മാർക്ക് വീതം, ടോട്ടൽ 300 മാർക്സിലാണ് ഈ എക്സാമിനേഷൻ വരുന്നത്. ദെൻ 3 hours ആണ് ടൈം ഡ്യൂറേഷൻ. ബ്രേക്സ് ഒന്നുമില്ല. നമുക്ക് 2 ക്വസ്റ്റ്യൻ പേപ്പറും ഇനീഷ്യലി തന്നെ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ 2 ടാബുകളിലായിട്ട് ഈ പറയുന്ന പേപ്പർ 1-ൻ്റെയും പേപ്പർ 2-ൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ കാണാൻ സാധിക്കും. അതിൽ ഏത് ടാബിൽ വേണമെങ്കിലും നമുക്ക് അറ്റൻഡ് ചെയ്യാം. ആദ്യം വേണമെങ്കിൽ പേപ്പർ 2 ക്വസ്റ്റ്യൻസ് ചെയ്യാം, രണ്ടാമത് വേണമെങ്കിൽ പേപ്പർ 1, അത് നമുക്ക് മിക്സ് ചെയ്തൊക്കെ ചെയ്യാം. അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത ഒരു ടെസ്റ്റ് എന്നെടുത്ത് പറയാൻ സാധിക്കുന്നത് നമ്മളുടെ UGC നെറ്റ് എക്സാമിനേഷൻ ആണ്. ഓക്കെ, ദെൻ ഇതാണ് സിലബസ് ഏരിയാസ് ജനറൽ പേപ്പറിന്റെ. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ജനറൽ പേപ്പർ ബേസ്ഡ് ആയിട്ടായിരിക്കും. ദെൻ അതിനുശേഷം നമ്മൾ സെക്കൻഡ് പേപ്പർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ടോപ്പിക് ഏരിയയുമായി ബന്ധപ്പെട്ട് ഒരു ഡിസ്കഷൻ വയ്ക്കാം. ഇപ്പോൾ ആദ്യമായിട്ട് ജനറൽ പേപ്പറുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ടോട്ടൽ 10 ടോപ്പിക്സ് ആണ് ജനറൽ പേപ്പറിൽ വരുന്നത്. അത്
ജസ്റ്റ് നോക്കുക. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ദെൻ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കോംപ്രിഹെൻഷൻ, കമ്മ്യൂണിക്കേഷൻ, മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ്, ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇങ്ങനെയുള്ള 10 ടോപ്പിക് ഏരിയാസ് ആണ്. നോർമലി ഈ 10 ടോപ്പിക് ഏരിയയിൽ നിന്നും 5 ചോദ്യങ്ങൾ വീതമാണ് നോർമലി വരാറ്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് 3 ക്വസ്റ്റ്യനെ വന്നുള്ളൂ എന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ചിലപ്പോൾ 7 ക്വസ്റ്റ്യൻ വന്നിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വേരിയേഷൻ ഉണ്ടാകാം. എന്നിരുന്നാൽ കൂടിയും നോർമലി ഓരോ ടോപ്പിക് ഏരിയയിൽ നിന്നും 5 ക്വസ്റ്റ്യൻ വീതം, അങ്ങനെയാണ് പേപ്പർ 1ന് 50 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, 50 ക്വസ്റ്റ്യൻസ് 100 മാർക്കാണ് ഇവിടെ ടോട്ടൽ മാർക്സ് ആയിട്ട് വരുന്നത്. ദെൻ ഇതിൽ തന്നെ ഏറ്റവും ഈസി ഏരിയാസും അതേപോലെ നമുക്ക് റെഗുലർ പ്രാക്ടീസ് വേണ്ട ഏരിയാസുമായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ, റെഗുലർ പ്രാക്ടീസ് വേണ്ട ഏരിയാസ് മാത്തമാറ്റിക്കൽ റീസണിങ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ഏരിയ, ദെൻ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റിൽ കുറച്ച് അപ്ഡേറ്റ്സ് നമ്മൾ നടത്തണം. റീസെന്റ് നടക്കുന്ന കോൺഫറൻസുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എൻവയോൺമെന്റ് സമ്മിറ്റിനെ പറ്റി റീസെന്റ് വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള അവയർനെസ് വേണം. അങ്ങനെയുള്ള അപ്ഡേഷൻസ് ആവശ്യമുള്ള ഏരിയാസ് ആണ് റെഗുലർ പ്രാക്ടീസ് എന്നുള്ള രീതി നമ്മൾ പറഞ്ഞത്. അതേസമയം കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് പറയാവുന്ന ടോപ്പിക് ഏരിയാസ് കോംപ്രിഹെൻഷൻ, റീഡിംഗ് കോംപ്രിഹെൻഷൻ വൺ ഓഫ് ദി ഈസിയസ്റ്റ് ടോപ്പിക് ഏരിയ എന്ന് പറയാം. നമ്മൾ ഈ എക്സാമിനേഷനിൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. ഗിവൺ നമുക്ക് ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ പാസേജിൽ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ നമ്മളെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് ഏരിയ ആയിട്ട് കോംപ്രിഹെൻഷൻ മാറും. പിന്നെ ഉള്ളത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. ഇവയൊക്കെ കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിട്ടുള്ള ടോപ്പിക് ഏരിയ എന്ന് പറയാം. ദെൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മോർ ഓർ ലെസ് ഒരു മോഡറേറ്റ് ലെവലിൽ മാത്രമേ പറയാൻ സാധിക്കൂ. ചില ടോപ്പിക്സ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില ടോപ്പിക്സ് കമ്മ്യൂണിക്കേഷനിൽ വരാറുണ്ട്. അതർവൈസ് ഈ ടോപ്പിക്സ് ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ ഏറ്റവും ഏറ്റവും ഫ്രീക്വന്റ്ലി റിപ്പീറ്റ് ചെയ്യേണ്ടതായുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇവയൊക്കെയാണ്. മാത്തമാറ്റിക്കൽ റീസണിങ്, ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ പോലുള്ള ടോപ്പിക് നമ്മൾ എക്സാം വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. റിപ്പീറ്റഡ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതുവഴിയാണ് നമ്മൾ അതിനകത്ത് കൂടുതൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, സോ സിലബസിനെ പറ്റി ഞാൻ പറഞ്ഞു. സിലബസിലെ ഏരിയാസ് ഇവയൊക്കെയാണെന്ന് പറഞ്ഞു. അവിടെ നിങ്ങൾ ഓർക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു പ്രിപ്പറേഷൻ നടത്തുമ്പോൾ ഈ പറഞ്ഞ 10 ടോപ്പിക് ഏരിയയിൽ ഒരു ടോപ്പിക് ഏരിയ പോലും നമുക്ക് വേണ്ട എന്ന് വെക്കാനില്ല. അതായത് ഞാനിപ്പോൾ എനിക്ക് മാത്തമാറ്റിക്കൽ റീസണിങ് ടഫാണ് അതുകൊണ്ട് ഞാനത് ഒഴിവാക്കുന്നു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് ഈ തന്നിരിക്കുന്ന ഓരോ ടോപ്പിക്കിനും ഈക്വൽ വെയിറ്റേജ് ആണുള്ളത്. ആൻഡ് നമ്മൾ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ അറൌണ്ട് 100ൽ 70 മാർക്സ് നേടുവാണെങ്കിൽ അതാണ് നമ്മുടെ ഒരു ടാർഗറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കുക. JRF ഒക്കെ നമ്മുടെ പ്ലാനിങ്ങിൽ ഉണ്ടെങ്കിൽ. അപ്പോൾ ആ രീതിയിൽ സ്കോർ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ 10 ടോപ്പിക് ഏരിയയും നമ്മൾ നോക്കണം. ഒരു ടോപ്പിക് ഏരിയ നമുക്ക് വേണ്ട എന്ന് വെക്കാനില്ല. അതാണ് നമ്മുടെ ഗോൾഡൻ റൂൾ ആയിട്ട് പറയുന്നത്. സോ ഈക്വൽ ഇമ്പോർട്ടൻസ് ടു ബി ഗിവൺ ടു എവറി ടോപ്പിക് ഏരിയ. അതിനകത്ത് ഒരു ടോപ്പിക് ഏരിയയും നമ്മൾ വേണ്ട എന്ന് വയ്ക്കരുത്. ഓക്കെ, ഇനി സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രീഫ്ലി നമുക്ക് ഇന്ന് സിലബസിനെ പറ്റി പറയാം. അതിനുശേഷം ഓരോ സബ്ജക്റ്റുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട സിലബസ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടോ? ഒരു യെസ് ടൈപ്പ് ചെയ്താലും ശരി. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ടുവേർഡ്സ് ദി എൻഡ് ആയാലും ചോദിക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് ഏരിയ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ് വരുന്നത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് ഏരിയ തന്നെ നമുക്കുണ്ട്. ആദ്യം ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട ബേസിക് കൺസെപ്റ്റുകൾ, ഒബ്ജക്റ്റീവ്സ്, ലെവൽസ് ഓഫ് ടീച്ചിങ് ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ഏരിയ ആണ്. ലെവൽസ് ഓഫ് ടീച്ചിങ്, അതേപോലെ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബേസിക് റിക്വയർമെന്റ്സ്, പിന്നെ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ് റിലേറ്റിംഗ് ടു ടീച്ചർ സപ്പോർട്ട് സിസ്റ്റം, അങ്ങനെ പറഞ്ഞ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകൾ, ദെൻ ലേണിംഗുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഈ ഏരിയയിൽ പഠിക്കണം. ദെൻ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹയർ ലേണിംഗ്, ഹയർ എഡ്യൂക്കേഷനിലെ മെത്തേഡ് ഓഫ് ടീച്ചിങ് എങ്ങനെയാണ്, അവിടെ ടീച്ചർ സെൻറ്റേർഡ് ആയുള്ള മെത്തേഡുകളും അതോടൊപ്പം തന്നെ സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആയുള്ള മെത്തേഡുകളും മനസ്സിലാക്കണം. അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് ലേണർ സെൻറ്റേർഡ് ആയിട്ടുള്ള, സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആയിട്ടുള്ള മെത്തേഡുകൾക്കാണ്. അത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില മെത്തേഡുകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് തരാൻ പറ്റും. അവയിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് സാധാരണഗതി ചോദിക്കാറുണ്ട്. ദെൻ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ മെത്തേഡ്സ്, അതിൽ സ്വയംപ്രഭ പോലുള്ള ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവയും നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടതാണ്. ദെൻ ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം, അതിനകത്ത് ICT ബേസ്ഡ്, നമ്മളിപ്പോൾ ICT ബേസ്ഡ് ആയിട്ടുള്ള ടൂൾ എങ്ങനെ എഡ്യൂക്കേഷനിൽ ഉപയോഗിക്കുന്നു, അതിനു വേണ്ടിയുള്ള ടൂളുകളെ പറ്റി.
ഇപ്പോൾ മൈൻഡ് മാപ്പിംഗ് ടൂൾസ്, അല്ലെങ്കിൽ മറ്റ് വീഡിയോ ക്രിയേഷന് വേണ്ടിയും ഡിസ്കഷൻ ഫോറം എന്നുള്ള രീതിയിലുള്ള ടൂളുകളെ പറ്റിയൊക്കെ, അതായത് ചില ആപ്ലിക്കേഷൻസിനെയൊക്കെ പറ്റി നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ. ഏറ്റവും അവസാനമായി ഇവാലുവേഷൻ സിസ്റ്റമാണ്. ഇവാലുവേഷൻ സിസ്റ്റത്തിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇവാലുവേഷനും, അതേപോലെ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്താണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മളോട് കൂടുതലായിട്ട് ചോദിച്ചു കാണാറ്. ഓക്കെ. ഇതാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ സിലബസ് ഏരിയ. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ അതിൽ ഒന്നാമത്തെ ടോപ്പിക്ക് ലേണർ സെന്റേർഡ് മെത്തേഡ്സ് ആയിരിക്കും. നമ്മൾ സബ്ജക്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ടോപ്പിക്സും ആ ടോപ്പിക് ഏരിയയും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എനിവേ ബ്രീഫ്ലി പറഞ്ഞു പോകുന്നു. ലേണർ സെന്റേർഡ് മെത്തേഡ്, അതേപോലെ ICT എഡ്യൂക്കേഷനിൽ എങ്ങനെ യൂസ് ചെയ്യാം അതിനെപ്പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കും. ഇവാലുവേഷൻ സിസ്റ്റത്തിനെ പറ്റി ചോദിക്കാം. ലെവൽസ് ഓഫ് ടീച്ചിങ്ങിനെ പറ്റി ചോദിക്കാം. ഓൺലൈൻ മെത്തേഡ്സ്, സ്വയംപ്രഭ പോലെയുള്ള ഓൺലൈൻ ടീച്ചിങ് മെത്തേഡ്സ് എന്തൊക്കെയാണ് അതിനെ പറ്റിയൊക്കെ നമ്മളോട് ചോദിക്കാം. ഓക്കെ. സോ ഇതെല്ലാം ആണ് സ്ട്രാറ്റജിക് ഫോക്കസ് ഏരിയ ആയിട്ട് നമുക്ക് ഇവിടെ പറയാവുന്നത്. റിലേറ്റഡ് ആയിട്ടുള്ള ചില MCQs ജസ്റ്റ് കാണിച്ചു പോകുന്നു. നോക്കുക, ലേണേഴ്സിന്റെ ടീച്ചിങ് എൻവയോൺമെന്റ് എങ്ങനെയാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. ഓക്കെ. സി ഇവിടെയൊക്കെ നമ്മളോട് മൈൻഡ് മാപ്പിംഗ് ടൂൾസിനെ പറ്റിയൊക്കെയാണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ യഥാർത്ഥത്തിൽ നമ്മൾ വെൻ വി ഡിസ്കസ് ദി ടോപ്പിക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോകാം കേട്ടോ. ഇനി അടുത്ത ഏരിയ, ഈ ഏരിയയിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാവുന്നത് ഒരു 4 ഔട്ട് ഓഫ് 5 ആണ്. ജസ്റ്റ് ഒരു ടാർഗറ്റ് അവിടെ വെച്ചേ ഉള്ളൂ. 5 ഔട്ട് ഓഫ് 5 തന്നെ ടാർഗറ്റ് ചെയ്യുക. അതായത് എക്സാമിനേഷനിൽ നമുക്ക് ഹൈ സ്കോർ ചെയ്യണമെങ്കിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് ഈസി ആവണം. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ഏരിയ. ആൻഡ് സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചാൽ തന്നെ ഈ 4 ഔട്ട് ഓഫ് 5 നമുക്ക് സ്കോർ ചെയ്യാവുന്ന ഏരിയ ആണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ. ദെൻ അടുത്ത ടോപ്പിക്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ടോപ്പിക് ഏരിയ എന്ന് പറയുന്നത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡാണ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിങ്ങൾക്ക് കാണാം റിസർച്ചുമായി ബന്ധപ്പെട്ട എല്ലാ ബേസിക് കൺസെപ്റ്റ്സും അവിടെ ഉണ്ട്. ടൈപ്സ് ഓഫ് റിസർച്ച്, മീനിങ്, ക്യാരക്ടറിസ്റ്റിക്സ്, പോസിറ്റിവിസം ആൻഡ് പോസ്റ്റ് പോസിറ്റിവിസ്റ്റ് അപ്രോച്ച്, ദെൻ മെത്തേഡ്സ് ഓഫ് റിസർച്ച്, സ്റ്റെപ്സ് ഇൻ റിസർച്ച്, തീസിസ് ആൻഡ് ആർട്ടിക്കിൾ റൈറ്റിംഗ് തുടങ്ങിയിട്ടുള്ള ഈ ഏരിയയെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഏരിയാസ് ആയിട്ട് പറയാം. ഇതിൽ ഓരോ ടോപ്പിക് ഏരിയയും പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണം. ബിക്കോസ് ടീച്ചർ ഒരു റിസർച്ചർ ആവണമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളോട് റിസർച്ചിൽ നിന്നും അപ്ലൈഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ. ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡേറ്റാ ബേസുകളെ പറ്റി നമ്മൾ അറിയണം. സ്കൂപ്പസ് പോലെ, വെബ് ഓഫ് സയൻസ് പോലുള്ള പ്ലാറ്റ്ഫോംസ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, അങ്ങനെയുള്ള ബേസിക് അവയർനെസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ ആവശ്യമാണ്. ഓക്കെ. ദെൻ സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് പറഞ്ഞാൽ ടൈപ്സ്, റിസർച്ചുമായി ബന്ധപ്പെട്ട ടൈപ്സ്, അതേപോലെ പോസിറ്റിവിസം പോലുള്ള കൺസെപ്റ്റ്, മെത്തേഡ്സ്, ഇവയൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. ദെൻ മൂന്നാമത്തെ ടോപ്പിക് ഏരിയ കോംപ്രിഹെൻഷൻ ആണ്. ആസ് ഐ ഓൾറെഡി ടോൾഡ് യു, കോംപ്രിഹെൻഷൻ നമ്മളുടെ എക്സാമിനേഷനിൽ വളരെ എളുപ്പമാണ്. അതായത് ഒരു പാരഗ്രാഫ് വന്നിട്ടുണ്ടാവും. ആ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് നമ്മളോട് 5 ചോദ്യങ്ങൾ ചോദിക്കും. ആ പാരഗ്രാഫിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഡയറക്ട്ലി നമുക്ക് കണ്ടെത്താവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. ഓക്കെ. അതായത് ഇപ്പൊ UGC UPSC എക്സാമിനേഷൻ ഒന്ന് ചോദിക്കുന്ന പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. ഡയറക്റ്റ്ലി നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന അതേ വേർഡുകൾ തന്നെ നമുക്ക് പാസേജിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കൺഫ്യൂഷന് യാതൊരു ചാൻസും ഇല്ല. ഡയറക്റ്റ്ലി നമുക്ക് ഐഡന്റിഫൈ ചെയ്യുകയും കറക്റ്റ് ആൻസറിലേക്ക് എത്താനും സാധിക്കുന്ന രീതിയിലുള്ള കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിക്കാറ്. ഓക്കെ. സോ എല്ലാ ക്വസ്റ്റ്യൻസും ഡയറക്ട്ലി റിലേറ്റഡ് ടു പാസേജ് ആയിരിക്കും. അപ്പോൾ നമുക്ക് 5 റൈറ്റ് ആൻസേഴ്സ് എന്തായാലും മേടിക്കാവുന്ന ഒരു ഏരിയ ആണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഓക്കെ. നാലാമത്തെ ടോപ്പിക് ഏരിയ കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ സിലബസ് വളരെ സിമ്പിൾ ആണ്. കമ്മ്യൂണിക്കേഷൻ, മീനിങ്, ടൈപ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് പോലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ദെൻ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്താണ്, അതിനകത്ത് വെർബൽ കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെ പറ്റി പറയുന്നുണ്ട്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ഇന്റർ കൾച്ചറൽ ആൻഡ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. ഒരു എക്സാമിനേഷൻ നമ്മൾ എഴുതുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിനും JRFനും വേണ്ടി ആയതുകൊണ്ട് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ നിന്നും അസെഷൻ റീസൺ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതൊക്കെ നമുക്ക് കാണാം കേട്ടോ, ക്വസ്റ്റ്യൻസ് എല്ലാം കാണാം. ദെൻ ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി. ഇത്രയും ടോപ്പിക്സ് ആണ് കമ്മ്യൂണിക്കേഷൻ ഏരിയയിലുള്ളത്. കമ്മ്യൂണിക്കേഷൻ ഏരിയ കുറച്ച് ടഫായിട്ട് മാറുവാണ്. ബിക്കോസ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഏരിയയിൽ ഇതിനകത്ത് ഒരുപാട് ഡീപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ഓക്കെ. കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ബേസിക് കൺസെപ്റ്റ്സ് അറിയണം. പ്രോസസ്, ബാരിയേഴ്സ്, ദെൻ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകൾ, ഇവയൊക്കെയാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അഞ്ചാമത്തെ ടോപ്പിക് ഏരിയ മാത്തമാറ്റിക്കൽ റീസണിംഗ് ആണ്. മാത്തമാറ്റിക്കൽ റീസണിങ്ങിനെ നമുക്ക് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് റീസണിങ് ഏരിയ, 2 ആപ്റ്റിറ്റ്യൂഡ് ഏരിയ. അതിൽ റീസണിങ് ഏരിയയിൽ നമ്പർ സീരീസ്, ലെറ്റർ സീരീസ്, കോഡ്സ്, റിലേഷൻഷിപ്പ്
ഇവയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ട് പറയാവുന്നത്. ദെൻ ആപ്റ്റിറ്റ്യൂഡ് ഏരിയയിലേക്ക് വരുമ്പോൾ ഫ്രാക്ഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, റേഷ്യോ, പ്രപ്പോർഷൻ ആൻഡ് പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടിങ്, ആവറേജസ്. ഇത്രയുമാണ് ആപ്റ്റിറ്റ്യൂഡ് ഏരിയയിൽ സിലബസിൽ പറയുന്നത്. ഈ ഓരോ ടോപ്പിക്കിൽ നിന്നും ഒരു 5 ക്വസ്റ്റ്യൻസ് വീതമൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ഏകദേശം വരുന്ന ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എക്സാമിനേഷന് മുമ്പ് മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കേണ്ട ഒരു ഏരിയയാണ് മാത്തമാറ്റിക്കൽ റീസണിങ്. നമുക്ക് ശരിയായാൽ റൈറ്റ് ആൻസറിലേക്ക് പോവാം അല്ലേ? ആ രീതിയിൽ 10 റൈറ്റ് ആൻസർ കിട്ടിയില്ലെങ്കിലും 8 മാർക്കെങ്കിലും സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയ ആയിട്ട് മാത്തമാറ്റിക്കൽ റീസണിങ് വെച്ചേക്കുക. അവിടെ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യുകയും വേണം കേട്ടോ. അതാണ് 5ാമത്തെ ടോപ്പിക് ഏരിയ, മാത്തമാറ്റിക്കൽ റീസണിങ്. അതിലെ സീരീസ് കംപ്ലീഷൻ ഒക്കെ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഏരിയയാണ് കോഡ്, റിലേഷൻഷിപ്പ്. ദെൻ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടിങ് പോലുള്ള ഏരിയാസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണ്. നമ്മുടെ അടുത്ത ടോപ്പിക് ഏരിയ, 6ാമത്തെ ടോപ്പിക് ഏരിയ എന്ന് പറയുന്നത് ലോജിക്കൽ റീസണിങ് ആണ്. ലോജിക്കൽ റീസണിങ് 2 പാർട്ടുകളുണ്ട്. ഒന്ന് ഇന്ത്യൻ ലോജിക്കും വെസ്റ്റേൺ ലോജിക്കും. ഇത് അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക് ഏരിയ അല്ല. ബിക്കോസ് ലോജിക്കൽ റീസണിങ്ങിനകത്ത് നമ്മൾ ഈ പറയുന്ന ഓരോ കൺസെപ്റ്റുകളും എന്താണെന്ന് പഠിച്ചു പോയാൽ മതി. അതായത് സെഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും ലോജിക്കൽ റീസണിങ് ഏരിയ ഒരു കണ്ടിന്യൂസ് വേയിൽ തന്നെ പോകണം. ആദ്യത്തെ ലെക്ചർ കാണുക, ആദ്യത്തെ ലെക്ചറുമായി ബന്ധപ്പെട്ട MCQ അറ്റൻഡ് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സ് റിസോൾവ് ചെയ്യുക. ദെൻ 2ാമത്തെ ലെക്ചർ, ബിക്കോസ് ഇതൊരു കണ്ടിന്യൂഷൻ ആണ്. ആദ്യത്തെ ലെക്ചറിന്റെ ബാക്കിയായിരിക്കും സെക്കൻഡ് ലെക്ചറിൽ വരിക. ബിക്കോസ് ഏത് ടോപ്പിക് എടുത്താലും ലോജിക്കൽ റീസണിൽ ഒരു കണക്ഷൻ ഉണ്ട്. നോട്ട് ലൈക്ക് മറ്റ് സബ്ജക്റ്റുകൾ, മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ സെപ്പറേറ്റ് എടുത്ത് പഠിക്കാൻ പറ്റുന്നത് പോലെ ഒരിക്കലും നമുക്ക് ലോജിക്കൽ റീസണിങ്ങിൽ ചെയ്യാൻ സാധിക്കില്ല. ലോജിക്കൽ റീസണിങ്ങിൽ ഇപ്പോൾ ആർഗ്യുമെന്റിനെ പറ്റി നമ്മൾ ആദ്യം പഠിക്കുന്നു. പിന്നെ ആർഗ്യുമെന്റുമായി ബന്ധപ്പെട്ടാണ് ഡിഫറെന്റ് ഫോംസിനെ പറ്റി പഠിക്കുന്നത്. അത് തന്നെയാണ് അതിന്റെയാണ് മൂഡ് ആൻഡ് ഫിഗർ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നത്. ദെൻ അതിന്റെ തന്നെയാണ് ഇൻഫോർമൽ ഫാലസി എന്താണ്, ഫാലസീസ് എന്താണ്, അങ്ങനെ കണക്ട് ചെയ്താണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. സോ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡിയ കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാവും. അതാണ് ലോജിക്കൽ റീസണിങ്ങിന്റെ പ്രശ്നം. അതർവൈസ് ഏറ്റവും പറഞ്ഞിരിക്കുന്ന ഓരോ ടോപ്പിക് ഏരിയയും എന്താണെന്ന് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിക്ക് ലോജിക്കൽ റീസണിങ് വളരെ ഈസി ആയിരിക്കും. ഓക്കെ, സോ ആസ് ഐ സെഡ്, ലോജിക്കൽ റീസണിങ് ആദ്യത്തെ പാർട്ട് വെസ്റ്റേൺ ലോജിക്കാണ്. അതാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ആർഗ്യുമെന്റ്സുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകളെല്ലാം വെസ്റ്റേൺ ലോജിക്കിന്റെ ഭാഗമാണ്. വെൻ ഡയഗ്രം ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യാനൊക്കെ നമ്മൾ ഇവിടെ പഠിക്കും. 2ാമത്തെ ടോപ്പിക് ഏരിയ ഇന്ത്യൻ ലോജിക്കാണ്. ഇന്ത്യൻ ലോജിക്കിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ മീൻസ് ഓഫ് അറ്റൈനിങ് നോളജ്, പ്രമാണ എന്ന് പറയുന്ന ടേമിനെ പറ്റിയാണ് പഠിക്കുന്നത്. പ്രമാണ എന്ന് പറഞ്ഞാൽ നോളജ് ഡിറൈവ് ചെയ്യുന്ന വഴികളെയാണ് പ്രമാണ എന്ന് പറയുന്നത്. അത് there are 5 means of പ്രമാണ. 5 തരത്തിലുള്ള പ്രമാണം നമുക്ക് പറയാം. പ്രത്യക്ഷ, അനുമാന, ഉപമാന, ശബ്ദ, അർത്ഥപത്യാന, അനുപലബ്ധി. 6 തരത്തിലുള്ള പ്രമാണ. ഈ 6 തരത്തിലുള്ള പ്രമാണയെ പറ്റിയും നമ്മൾ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവണം. അതായത് ആ വേർഡുകൾ എന്തൊക്കെയാണ്, അതിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ വീണ്ടും നമ്മൾ കുറെ വാക്കുകളെ പറ്റി പഠിക്കും. ആ സാൻസ്ക്രിറ്റ് ടേംസിന്റെ മീനിങ് ഒക്കെയാണ് നമ്മളോട് ചോദിക്കാറ്. അതെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞാൽ തന്നെ ഇന്ത്യൻ ലോജിക്കിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാം. ഇത്തവണത്തെ എക്സാമിനേഷനും പല ആളുകളും ചോദിച്ചു, പല ആളുകളും പറഞ്ഞായിരുന്നു ഈ ഇന്ത്യൻ ലോജിക്കിൽ നിന്നും ഏരിയ കുറവാണ്, അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. എന്നാൽ പോലും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ അവിടെ നിന്ന് നമ്മൾ ചോദിക്കാം കേട്ടോ. ദെൻ അടുത്തത് 7ാമത്തെ ടോപ്പിക് ഏരിയ ആണ് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ. ഡേറ്റ ഇന്റർപ്രിറ്റേഷനിൽ നമ്മളോട് സാധാരണഗതി ചോദിക്കുന്നത് ടേബിൾ ടൈപ്പ് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ആണ്. സിലബസിലെല്ലാം പറയുന്നുണ്ട്, ബാർ ചാർട്ട് പറയുന്നുണ്ട്, ഹിസ്റ്റോഗ്രാം പറയുന്നുണ്ട്, പൈ ചാർട്ട്, ടേബിൾ ചാർട്ട്, ലൈൻ ചാർട്ട് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളോട് സ്ഥിരമായിട്ട് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ടേബിൾ ടൈപ്പ് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ആണ്. ഒരു ടേബിൾ വന്നിട്ടുണ്ടാവും, ആ ടേബിളിനെ ബേസ് ചെയ്ത് നമ്മളോട് 5 ചോദ്യങ്ങൾ ചോദിക്കും. അതിനുള്ള ആൻസറുകൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ടഫ് ആകും. ബിക്കോസ് തരുന്ന ക്വസ്റ്റ്യന്റെ നേച്ചർ അനുസരിച്ചുകൊണ്ട് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ടഫ് ആകാനും അതേപോലെ തന്നെ ഈസി ആകാനും ചാൻസസ് ഉണ്ട്. ബിക്കോസ് നമ്മൾ ഒരുപാട് പുതിയ കോളംസ് ഒക്കെ ബിൽഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ടഫ് നേച്ചറിലുള്ള ക്വസ്റ്റ്യൻസ് ആകാം. അതേപോലെ ഈസി നേച്ചറിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ഈ ഏരിയയിൽ ചോദിക്കാറുണ്ട്. ഏറ്റവും ബെറ്റർ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ അവസാനം ചെയ്യുന്നതാണ്. സമയം ഒരുപാട് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ. ബിക്കോസ് നമ്മൾ ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്ത് തീർക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. അത് തീരാതെ വരുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു 20 മിനിറ്റ്സ് ഒക്കെ എക്സ്ട്രാ നമ്മൾ വെറുതെ കളഞ്ഞെന്നിരിക്കും. ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും അവസാനം ചെയ്യാൻ വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, സോ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ടേബിൾ ടൈപ്പ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു. അടുത്ത ടോപ്പിക് ഏരിയ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ദാറ്റ് ഈസ് യൂണിറ്റ് 7. യൂണിറ്റ് 8 ആണ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇവിടെ ജനറൽ അബ്രീവേഷൻസ് ആൻഡ് ടെർമിനോളജി, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ജനറൽ ടേമുകൾ ലൈക്ക് USB,
HTML, HTTP പോലുള്ള ഒരുപാട് ടേമുകളില്ലേ, ഇതിന്റെ ഫുൾ ഫോംസ് നമ്മൾ ഈ ഏരിയയിൽ അറിയണം. പിന്നെ ബേസിക്സ് ഓഫ് ഇന്റർനെറ്റ്, ഇൻട്രാനെറ്റ്, ഇമെയിൽ, ഓഡിയോ ഓർ വീഡിയോ കോൺഫറൻസിങ് പോലുള്ള ടേമുകൾ, അത് എന്തിനു വേണ്ടിയാണ്, അതിന്റെ അഡ്വാൻറ്റേജ്, അങ്ങനെയുള്ള കൺസെപ്റ്റുകളെ പറ്റി നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നീട് ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഏതൊക്കെയാണ്, അതിന്റെ പർപ്പസ് എന്താണെന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കണം. ആൻഡ് ഫൈനലി ICT ആൻഡ് ഗവർണൻസ്. ICT നമ്മൾ ഗവർണൻസുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പറയുകയാണെങ്കിൽ ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ കമ്പ്യൂട്ടറിന്റെ ചില ജനറൽ അബ്രിവേഷൻസിനെ പറ്റിയും നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, 9ാമത്തെ ടോപ്പിക് ഏരിയ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് ആണ്. 10 ടോപ്പിക് ഏരിയ ആണ്. ജസ്റ്റ് ബ്രീഫ്ലി പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒന്ന് കേൾക്കുക, ഏതായാലും കേൾക്കുക, ദാറ്റ് ഈസ് ഫസ്റ്റ് തിങ്. അപ്പോൾ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റിൽ നമ്മളോട് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ, അതേപോലെ എൻവയോൺമെന്റൽ ഇഷ്യൂസ്, പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ പോലുള്ള ഏരിയയെ പറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ദെൻ പൊല്യൂട്ടൻസ്, പല പൊല്യൂട്ടൻസും അവ എങ്ങനെ ഹ്യൂമൻ ഹെൽത്തിനെ ബാധിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും, ദെൻ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഇന്റർനാഷണൽ എഫേർട്സും നാഷണൽ എഫേർട്സിനെ പറ്റിയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇന്റർനാഷണൽ എഫേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൺട്രിയൽ പ്രോട്ടോകോൾ, റിയോ സമ്മിറ്റ്, കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി, ക്യോട്ടോ പ്രോട്ടോകോൾ പോലുള്ള എഗ്രിമെന്റ്, അതെല്ലാം കൃത്യമായിട്ട് സിലബസിൽ പറയുന്നുണ്ട്. ആ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കിൽ എന്താണ് മോൺട്രിയൽ പ്രോട്ടോകോൾ, എന്നാണ് അത് കണ്ടക്ട് ചെയ്തത്, അങ്ങനെ പഠിച്ചു പോയാൽ മതി. അങ്ങനെ പഠിച്ചാലും നമുക്ക് 99% ചാൻസിലും ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്. പക്ഷേ ഈ ഒരു ഏരിയയിൽ നിന്നും അപ്ഡേറ്റഡ് ആയിട്ടുള്ള നോളജുകൾ ചോദിക്കാം. കറണ്ട് അഫയേഴ്സിനെ പറ്റി ചോദിക്കാം. ലൈക്ക് ഇപ്പോൾ റീസെന്റ് കണ്ടക്ട് ചെയ്ത എൻവയോൺമെന്റ് സബ്മിറ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഏതെങ്കിലും എൻവയോൺമെന്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയും ചോദിക്കാം. റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ ഒരു ഏരിയയിൽ നമ്മളോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അതാണ് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് പറയുകയാണെങ്കിൽ SDG, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ പറ്റി സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. പിന്നെ അപ്ഡേറ്റഡ് ആയുള്ള നോളജ് ആണ്. എൻവയോൺമെന്റ് ഇഷ്യൂമായി ബന്ധപ്പെട്ട് റീസെന്റ് നടന്നിരിക്കുന്ന വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി അറിയണം. ക്ലൈമറ്റ് ചേഞ്ച്, പൊല്യൂഷൻ പോലുള്ള ഏരിയസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. ആൻഡ് അവസാനത്തെ ടോപ്പിക് ഏരിയ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ്. ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ സിലബസ് വളരെ വാസ്റ്റ് ആണ്. അതായത് ഏറ്റവും സ്റ്റാർട്ട് ചെയ്യുന്നത് ഏൻഷ്യന്റ് ഇന്ത്യ തൊട്ടാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ, ലൈക്ക് നളന്ദ യൂണിവേഴ്സിറ്റി, തക്ഷശില യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റീസിനെ പറ്റിയും അവരുടെ അഡ്മിഷൻ സിസ്റ്റം, ഗ്രേഡിംഗ് സിസ്റ്റം, ഇവാലുവേഷൻ സിസ്റ്റം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ആ ഒരു ടൈം തൊട്ട് തന്നെ ചോദിക്കാറുണ്ട്. പിന്നെയുള്ളത് ഇവല്യൂഷൻ ഓഫ് ഹയർ ലേണിംഗ് ഇൻ ആൻഡ് റിസർച്ച് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ. ഇൻഡിപെൻഡൻസിന് ശേഷം എങ്ങനെയാണ് ഇന്ന് ഹയർ എഡ്യൂക്കേഷൻ ഈ നിലയിലേക്ക് മാറിയിട്ടുള്ളത്, അതുമായി ബന്ധപ്പെട്ട കമ്മീഷൻസിനെ പറ്റി നമ്മൾ അറിയണം. ഓക്കെ, അവരുടെ എഫേർട്സ്, എന്തൊക്കെ റെക്കമെൻഡേഷൻസ് ആണ് നടത്തിയിരിക്കുന്നത്, എഡ്യൂക്കേഷൻ പോളിസിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം. പിന്നെ ഓറിയന്റൽ കൺവെൻഷൻ ആൻഡ് നോൺ കൺവെൻഷണൽ ലേണിംഗ് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ, അവർ ഏരിയയിൽ നിന്നൊന്നും അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പോൾ ചോദിക്കാറേ ഇല്ല. പിന്നെ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ ആൻഡ് സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ ചോദ്യങ്ങൾ ഉണ്ടാവാറില്ല. വാല്യൂ എഡ്യൂക്കേഷനെ പറ്റി ചോദിക്കും. അതിന് ഉപരിയായിട്ട് ആ ഏരിയകളിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചോദിച്ച് കാണാറില്ല. വാല്യൂ എഡ്യൂക്കേഷൻ ആൻഡ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ, വാല്യൂ എഡ്യൂക്കേഷന്റെ മീനിങ് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആ ഏരിയയിൽ ചോദിക്കാറുണ്ട്. ദെൻ പോളിസി, ഗവർണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അവിടെയും ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കാണാറില്ല. കൂടുതൽ ക്വസ്റ്റ്യൻ കാണുന്നത് നമ്മളിപ്പോൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹയർ എഡ്യൂക്കേഷനിൽ, ലൈക്ക് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെ പറ്റി ചോദിക്കാം. ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഡിഫറെന്റ് ഫീച്ചേഴ്സിനെ പറ്റി ചോദിക്കാം. അത് പ്രകാരം വന്നിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി ചോദിക്കാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇപ്പോൾ റീസെന്റ് കാണുന്നത്. ഓക്കെ, സോ 10 ടോപ്പിക് ഏരിയ ഞാൻ പറഞ്ഞു. ഈ 10 ടോപ്പിക് ഏരിയ ബ്രീഫ്ലിയാണ് പറഞ്ഞത്. ആൻഡ് ഓരോ സബ്ജക്റ്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ടോപ്പിക് ഏരിയ സിലബസും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഓർക്കേണ്ടത് ഈ 10 ടോപ്പിക്കുകൾക്കും ഈക്വൽ വെയിറ്റേജ് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഈസിയുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാകും, ഡിഫിക്കൽട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാകാം. എന്നിരുന്നാൽ കൂടിയും നമ്മളെ സംബന്ധിച്ച് ഈ 10 ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ജൂൺ എക്സാമിനേഷൻ വരുന്നതിനുള്ളിൽ ഈ 10 ടോപ്പിക് ഏരിയയിൽ നിന്നും നമ്മൾ ഈ പറഞ്ഞ 70-80 മാർക്സ് സ്കോർ ചെയ്യാനുള്ള എബിലിറ്റി നേടിയെടുക്കണം. അതിനു വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരിക്കണം ഇനിയുള്ള 6 മാസങ്ങൾ മാക്സിമം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ സജസ്റ്റ് ചെയ്യാവുന്ന ചില ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. പേപ്പർ 1ലേക്ക് വന്നു കഴിഞ്ഞാൽ പേപ്പർ 1 നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് KVS മാധന്റെ ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്. ദാറ്റ് ഇസ് എ ഗുഡ് വൺ. മെറ്റീരിയൽസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇവൻ ദോ നിങ്ങൾക്ക് അഡീഷണൽ റെഫറൻസ് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു ടെസ്റ്റ് ആണ് KVS മാധന്റെ ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാം, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല.
മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലാസ് റൂം മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യും. അതുകൂടാതെ അഡീഷണലി നിങ്ങൾക്ക് ഏതൊരു ഏരിയയുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസ് വേണമെങ്കിലും അത് അതല്ല എന്തെങ്കിലും ഫാക്കൽറ്റീസുമായിട്ട് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ അതിനൊക്കെയുള്ള അവസരം ഒരുക്കി തരാം കേട്ടോ. പിന്നെ വരുന്നത് ജനറൽ പേപ്പറിൽ ഈക്വൽ വെയിറ്റേജ് കൊടുക്കുക എന്നുള്ളത്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ജനറൽ പേപ്പറിൽ 50 ക്വസ്റ്റ്യൻസ് 100 മാർക്കാണ് വരുന്നത്. അതിനകത്ത് 35 ക്വസ്റ്റ്യൻസ് നമുക്ക് ശരിയാക്കാൻ സാധിക്കണം. 35 ക്വസ്റ്റ്യൻസ് ശരിയാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു എഫേർട്ടാണ്. അതിനകത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലോജിക്കൽ റീസണിങ് ലോജിക്കൽ റീസണിങ്ങിന് ഒരു 90% ആളുകൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചൊരു അഡ്വാൻറ്റേജ് ആണ്. വെറുതെ ഒരു എക്സാം എന്നുള്ള രീതിയിൽ അറ്റൻഡ് ചെയ്ത് ഒരുപാട് പേരുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ലോജിക്കൽ റീസണിങ് ഏരിയയിൽ അത്ര എഫേർട്ട് കൊടുത്തിട്ടുണ്ടാവില്ല. ആ ഒരു ഏരിയ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ 5 റൈറ്റ് ആൻസേഴ്സ് നമുക്ക് ഈസി ആയിട്ട് നേടാം. അങ്ങനെ ഒരു ടോപ്പിക് ഏരിയയാണ് ലോജിക്കൽ റീസണിങ്. അത് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. അതേപോലെ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ പ്രോബ്ലംസ് എക്സാമിനേഷന് മുമ്പ് ഒരു 30 PYQ ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ അത്ര ടഫ് ഒന്നും ആവില്ല. അതർവൈസ് ക്വസ്റ്റ്യൻ അത്രയ്ക്ക് ടഫ് ആവണം. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും അത് ടഫ് ആവുമല്ലോ. അതർവൈസ് സാധാരണഗതിയിൽ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ഇത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു 20-30 എണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ഏരിയ നമുക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അവിടെ ടൈം മാനേജ്മെന്റ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെ പെട്ടെന്ന് പ്രോബ്ലം ചെയ്യാം എന്നൊക്കെ നമുക്ക് ക്ലാസ് റൂമുകളിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പോലുള്ള ഏരിയകളിൽ തിയറിയാണ്. അവിടെ ടോപ്പിക്സ് പറയുന്ന ടോപ്പിക്സ് കൃത്യമായിട്ട് പഠിച്ചു പോയാൽ മതി. ദാറ്റ് വിൽ നമ്മൾ MCQ ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അതുവഴി നമുക്കത് ഈസി ആയിട്ട് കവർ ചെയ്യാൻ സാധിക്കും. ദെൻ പിന്നെ ടൈം മാനേജ്മെന്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. പ്രിപ്പറേഷനായി ബന്ധപ്പെട്ടും അതേപോലെ എക്സാമായി ബന്ധപ്പെട്ടും ടൈം മാനേജ്മെന്റ് റെലവെന്റ് ആണ്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ക്ലാസ് റൂമിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ക്ലാസ് റൂംസ് എന്ന് പറയുമ്പോൾ ഡെയിലി യു വിൽ ഗെറ്റ് എ ലെക്ചർ. ആ ലെക്ചറുമായി ബന്ധപ്പെട്ട MCQ ടുവേർഡ്സ് ദി എൻഡും പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ ഡെയിലി ആ ടൈമിൽ വേണമെങ്കിൽ ആ ടൈമിൽ പ്രൊവൈഡ് ചെയ്യാം, നോ ഇഷ്യൂ. പക്ഷെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഒരു ടൈം തരുന്ന രീതിയിലാണ്. രാവിലെ ലെക്ചർ കിട്ടിക്കഴിഞ്ഞാൽ ഈവനിങ് ടൈമിൽ അതുമായി ബന്ധപ്പെട്ട ഒരു MCQ അങ്ങ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അത് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. അറ്റംപ്റ്റ് ചെയ്യുന്ന എല്ലാ സമയത്തും നിങ്ങളുടെ ആ ഏരിയയിലെ പ്രോഗ്രസ് എത്രമാത്രം ഉണ്ടെന്നുള്ളത് ആക്സസ് ചെയ്ത് പോകണം. ഓക്കെ, ബിക്കോസ് നമ്മൾ സബ്ജക്ട്സിനെ 3 ലെവലിലേക്ക് ക്ലാസിഫൈ ചെയ്യാം. പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതാണ് 3 ലെവൽ. ഒരു ലെവൽ എന്ന് പറയുന്നത് നമ്മളുടെ സ്ട്രോങ് ഹോൾഡ് ആണ്. ഒരു 70% കൂടുതൽ എല്ലാ തവണയും നമുക്ക് നേടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്ട്രോങ് ഹോൾഡ് ആണ്. 70 or 80% കട്ട് ഓഫ് ലെവൽ നമുക്ക് ഫിക്സ് ചെയ്യാം. അതിന് താഴെ ഒരു 50% മുകളിലാണ് നമുക്ക് എപ്പോഴും സ്കോർ ചെയ്യുന്നതെങ്കിൽ അത് നമ്മളുടെ മോഡറേറ്റ് സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. മോഡറേറ്റ് സോൺ ആണ്. അപ്പോൾ അതിനകത്ത് കൂടുതൽ നമ്മൾ വർക്ക് ചെയ്ത് അതിനെ സ്ട്രോങ് ഹോൾഡാക്കി മാറ്റണം. ആൻഡ് 50% താഴെ സ്കോർ വരുന്ന എല്ലാ ടോപ്പിക്കും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. അങ്ങനെ ലൈക്ക് നമ്മൾ സാധാരണഗതി സ്പെൻഡ് ചെയ്തതിൻ്റെ ഒരു ഹാഫ് ടൈം ഈ ഒരു ഏരിയയ്ക്ക് വേണ്ടി കൊടുക്കാൻ സാധിക്കണം. അപ്പോൾ 50% താഴെ നമുക്ക് സ്കോർ വരുന്ന ഏരിയ ഏതാണോ അതിനെ നമ്മൾ മോഡറേറ്റിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം അതിനെ നമ്മളുടെ സ്ട്രോങ് ഹോൾഡാക്കി മാറ്റുക. അതാണ് ഈ 6 മാസത്തെ പ്രിപ്പറേഷനിടയിൽ നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ട ഒരു ഏരിയ. ഓക്കെ, പിന്നീട് ഓർക്കുക, എക്സാം മാനേജ്മെന്റും എക്സാമിനേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടൈം ബൗണ്ട് ആയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അതുകൊണ്ട് ഇപ്പോൾ മാത്തമാറ്റിക്കൽ റീസണിങ് ഏരിയയും റീഡിംഗ് കോമ്പ്രിഹെൻഷൻ ഏരിയയും അതേപോലെ തന്നെ ഇൻ കേസ് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ഉണ്ടെങ്കിൽ ഡേറ്റ ഇന്റർപ്രിറ്റേഷനും അതൊക്കെ ടൈം ബേസ്ഡ് ആയിട്ട് ചെയ്യാം. ഒരു കൃത്യ ടൈമിനുള്ളിൽ തീർക്കാവുന്ന രീതിയിൽ. 15 മിനിറ്റ് ആണ് നമ്മൾ പറയുന്നെങ്കിൽ ആ 15 മിനിറ്റിനുള്ളിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെ നമ്മളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ടൈം ഈസ് ഇമ്പോർട്ടൻറ്റ്. ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ പോലുള്ള സബ്ജക്റ്റുകൾ വെച്ചുകൊണ്ട് ഒരുപാട് ടൈം നമ്മുടെ കളയരുത് എക്സാം എഴുതുമ്പോൾ. അതൊക്കെ ഓർക്കണം കേട്ടോ. അത് റെഗുലർ പ്രാക്ടീസിലൂടെ മാത്രമേ ടൈം എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കൂ. പിന്നുള്ളത് മോക്ക് ടെസ്റ്റുകളാണ്. റെഗുലർ ആയിട്ട് ചെയ്യുക. ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അത് ഡെയിലി ടെസ്റ്റ് ആയാലും വീക്കെൻഡ് ടെസ്റ്റുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതായാലും നിങ്ങൾ റെഗുലർ ആയിട്ടൊന്ന് ചെയ്യാൻ തയ്യാറാകുക. അതിനിടയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യാനും ഫാക്കൽറ്റിയായിട്ട് സംസാരിച്ച് അത് സോൾവ് ചെയ്യാനും തയ്യാറാവണം കേട്ടോ. ദെൻ ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മളുടെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ആ ടെസ്റ്റ് ഉപേക്ഷിക്കുക എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ല വേണ്ടത്. ടെസ്റ്റിന്റെ റിസൾട്ട് എങ്ങനെയാണോ ആ സ്കോർ വെച്ചുകൊണ്ട് നമ്മൾ അതിനെ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം. അതായത് ആസ് ഐ ഓൾറെഡി ടോൾഡ് യു, സ്ട്രോങ് ഹോൾഡ്, വീക്ക് സോൺസ് ആൻഡ് മോഡറേറ്റ് സോൺസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം നമ്മളുടെ സബ്ജക്ട് ഏരിയയെ. അതിന് ഏറ്റവും പുറകിൽ നിൽക്കുന്ന ടോപ്പിക് ഏരിയയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി തന്നെ നമ്മളൊരു എഫേർട്ട് എടുക്കുക കേട്ടോ. സോ നമ്മളുടെ അടുത്ത ഒരു ഫീച്ചറായിട്ട്, കോച്ചിങ്ങിന്റെ അടുത്തൊരു ഫീച്ചറായിട്ട് പറയാവുന്നത് ഗ്രൂപ്പ് സ്റ്റഡീസ് അല്ലെങ്കിൽ ഡിസ്കഷൻ ഫോറം എന്നുള്ള രീതിയിൽ നമുക്ക് സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഫോം ചെയ്യുന്നുണ്ട്. ആ ഗ്രൂപ്പ്സിനകത്ത് തന്നെ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കഷൻ നടത്താൻ വേണ്ടി ശ്രമിക്കുക. ഒരു മെന്ററുടെ സപ്പോർട്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് എന്ത് ക്വറീസ് ഉണ്ടെങ്കിലും അവിടെ റിസോൾവ് ചെയ്യാം കേട്ടോ. ആ രീതിയിലായിരിക്കും നമ്മുടെ പ്രിപ്പറേഷൻ പോകുന്നത്.
ദെൻ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാവുക, പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഈ 6 മാസവും, 6 മാസത്തെ എഫർട്ട് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ആ 6 മാസം കൊണ്ട് നമുക്ക് എന്തായാലും ക്ലിയർ ആവണം. അപ്പോൾ അവിടെ ഒരു രീതിയിലുള്ള സ്റ്റെപ്പ് ബാക്കും ചെയ്യരുത്. ഇടയ്ക്ക് വെച്ച് പ്രിപ്പറേഷൻ നിന്ന് പുറകോട്ട് പോവുകയോ മടി പിടിക്കുകയോ അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഡെയിലി ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുക: ഒരു ലെക്ചർ, ഒരു MCQ. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുക. അതുവഴി തന്നെ നമുക്ക് ഈ എക്സാമിന്റെ ആ ഒരു ഫ്രെയിം വർക്കിലേക്ക് വരാൻ സാധിക്കും. ഓക്കെ. സോ അപ്രോച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് സിലബസ് ആദ്യം നോക്കുക. അതിനുശേഷം ഏറ്റവും അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും കൃത്യമായിട്ടൊന്ന് കവർ ചെയ്യണം. കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കവർ ചെയ്യുന്ന വഴി തന്നെ പാറ്റേൺസ് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ ഒരു എക്സാമിനേഷനിൽ PYQs കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തില്ലെങ്കിലും ആ ഏരിയയിൽ നിന്ന് വീണ്ടും ക്വസ്റ്റ്യൻസ് വരും. ഇപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഏരിയ കൂടുതൽ സിഗ്നിഫിക്കൻസോടുകൂടി നമ്മൾ പഠിക്കുവാണെങ്കിൽ നമുക്ക് ഹൈ മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കും കേട്ടോ. ദെൻ റെഗുലർലി ലെക്ചേഴ്സ് ഫോളോ ചെയ്യുക എന്നൊക്കെയുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ പ്രിപ്പറേഷനകത്ത് വരുത്തി വെക്കാവുന്ന ചില മിസ്റ്റേക്കുകളോടുകൂടി ബ്രീഫ്ലി പറയാം. ഒന്നാമതായിട്ട്, സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കാതെയുള്ള പ്രിപ്പറേഷൻ. സിലബസ് ഏരിയ കൃത്യമായിട്ട് മനസ്സിലാക്കാതിരുന്നാൽ ലോജിക്കൽ റീസണിങ് നമുക്ക് പലപ്പോഴും ട്രാപ്പിലാക്കും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കൺസെപ്റ്റുകളും നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആകണമെന്നില്ല. അതിനുവേണ്ടി റീസണിങ് ഏരിയയിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു മെന്ററുടെ ഒരു ഫാക്കൽറ്റിയുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. ഇനീഷ്യൽ സ്റ്റേജിൽ എങ്ങനെയാണ് ഇത് പഠിക്കുന്നത്, എങ്ങനെയാണ് ഇത് വരുന്നത്, റിലേഷൻ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്, അതിലൊക്കെ ഒരു ഫാക്കൽറ്റിയുടെ സപ്പോർട്ടോട് കൂടി കൃത്യമായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ലോജിക്കൽ റീസണിങ് വളരെ ഈസി ആക്കി മാറ്റാം. ഓക്കെ. അപ്പോൾ സിലബസ് ഏരിയ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അതിനനുസരിച്ച് വേണം നമ്മുടെ പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്യാൻ. രണ്ടാമതായിട്ട് ടൈം മാനേജ്മെന്റ് ആണ്. അസൈസഡ് എക്സാമിന്റെ ടൈം മാനേജ്മെന്റ് ആയാലും പ്രിപ്പറേഷന് വേണ്ടിയുള്ള ടൈം മാനേജ്മെന്റ് ആയാലും ഡെയിലി യൂണിറ്റ് അലോക്കേറ്റ് ഒരു 30 മിനിറ്റ്സ് എങ്കിലും പുറമെ അലോക്കേറ്റ് ചെയ്യും. അതായത് 1 അവർ ലെക്ചർ ഉണ്ടെങ്കിൽ അതിന് പുറമെ ഒരു 30 മിനിറ്റ് അഡീഷണലി ഇതിനു വേണ്ടി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ പ്രീവിയസ് പേപ്പേഴ്സ് ഒരു കാരണവശാലും നെഗ്ലക്ട് ചെയ്യരുത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എപ്പോഴും നോക്കുക, സെയിം ഏരിയ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ. ദെൻ മോക്ക് ടെസ്റ്റുകൾ റെഗുലർലി അറ്റൻഡ് ചെയ്യുക. അത് ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു. റിവിഷൻ ഒരു തവണ പ്രിപ്പയർ ചെയ്തിട്ട് അത് ഉപേക്ഷിക്കരുത്. വീണ്ടും വീണ്ടും അത് നമുക്ക് അതിനുള്ള അവസരം നമുക്ക് തന്നെ ക്ലാസ് റൂമിൽ ഒരുക്കാൻ സാധിക്കും. അതിലൊന്നും പ്രോബ്ലം ഇല്ല. കറണ്ട് അഫയേഴ്സ് ഒരുപാട് നോക്കേണ്ട കാര്യമില്ല. ആക്ച്വലി നോക്കേണ്ടത് ഏത് ഏരിയയിൽ മാത്രമായിരിക്കണം? കറണ്ട് അഫയേഴ്സ് കൂടുതലായിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ എന്ന് നോക്കുക. രണ്ടാമതായിട്ട് എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇനിഷ്യേറ്റീവ്സ് ഉണ്ടോ എന്ന് നോക്കുക. ആ ഒരു 2 ടോപ്പിക്കുകൾ മാത്രമേ നമ്മളോട് നമ്മളുടെ ഈ സബ്ജക്ട് ഏരിയയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ ഈ എക്സാമിനേഷൻ. പിന്നെ പറയാവുന്നത്, സെക്കൻഡ് പേപ്പറിനും പേപ്പർ 1നും ഈക്വൽ വെയിറ്റേജ് കൊടുക്കണം. പല ആളുകളും സെക്കൻഡ് പേപ്പർ കൂടുതൽ പ്രിപ്പയർ ചെയ്യും, ഫസ്റ്റ് പേപ്പറിന് അത്ര സിഗ്നിഫിക്കൻസ് കൊടുത്തെന്ന് വരില്ല. അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ചില ആളുകളുണ്ട്, ഫസ്റ്റ് പേപ്പർ കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്യും, സെക്കൻഡ് പേപ്പറിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തെന്ന് വരില്ല. സോ ഇത് രണ്ടും ഒരേ രീതിയിൽ പോകണം. രണ്ടിനും മാർക്സ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സെക്കൻഡ് പേപ്പർ 200 മാർക്കിനും ഫസ്റ്റ് പേപ്പർ 100 മാർക്കിനുമാണ്. പക്ഷേ ലെറ്റ് മീ ടെൽ യു, പേപ്പർ 1ല് 60+ സ്കോർ ചെയ്യുന്ന ഒരാൾ മാത്രമേ നോർമലി ഒരു ഹൈ സ്കോറിലേക്ക് പോകാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ പേപ്പർ 1ന് എങ്ങനെ വന്നാലും നമുക്ക് ഒരു 64ന് മുകളിലേക്ക് സ്കോർ ചെയ്യാൻ സാധിക്കണം. ആൻഡ് പേപ്പർ 2ല് കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ 120+ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. ഇത് രണ്ടും മാച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ ഏകദേശം 180+ കിട്ടും. ആ 180+ സ്കോർ നമുക്ക് നെറ്റിനുള്ള യോഗ്യത ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം കേട്ടോ. അപ്പൊ ആ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുക. ദെൻ ഒറ്റ റിസോഴ്സ് മാത്രമല്ല, നമ്മൾ മൾട്ടിപ്പിൾ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യാം, നോ ഇഷ്യൂസ്. ആൻഡ് നിങ്ങളുടെ വീക്ക്നെസ് അഡ്രസ് ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സബ്ജക്ട്സിനെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. അത് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്ട്രോങ് സോൺ ഏതാണ്, വീക്ക് സോൺ ഏതാണ്, മോഡറേറ്റ് സോൺ ഏതാണ്. അതിൽ വീക്ക്നെസ്സിനെ മാക്സിമം നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ വീക്ക്നെസ്സിനെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം. ആൻഡ് ഇതൊരു കമ്മിറ്റ്മെന്റ് ആണ് ഫോർ ദി നെക്സ്റ്റ് 6 മന്ത്സ്. ആ കമ്മിറ്റ്മെന്റ് 100% സിൻസിയറിറ്റിയോടുകൂടി ചെയ്യുക. 6 മാസം കഴിയുമ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബഞ്ച് ഓഫ് പീപ്പിളിനെ നമുക്ക് കിട്ടണം. അതായത് ഇത് കഴിയുമ്പോൾ നമ്മൾ എന്തായി മാറും എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഒരു JRF കാരനാവുന്നു, അല്ലെങ്കിൽ ഒരു നെറ്റുകാരനാവുന്നു എന്നുള്ളത് ഒരു ഡ്രീം ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറായിരിക്കണം കേട്ടോ. അതിനുവേണ്ടിയുള്ള എഫേർട്ട് ആയിരിക്കണം ഇപ്പോൾ ചെയ്യേണ്ടത്. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം പ്ലീസ്.
എനി ക്വസ്റ്റ്യൻസ്? എന്താണ് നിങ്ങൾക്ക് ഈ എക്സാമിനേഷനെ പറ്റി ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ. ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. ക്ലാസ് റൂമിലായാലും അതേപോലെ നമ്മൾ വീക്കെൻഡുകൾ കണ്ടക്ട് ചെയ്യുന്ന ലൈവ് ലെക്ചേഴ്സിലായാലും അതിലെല്ലാം നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. പാർട്ടിസിപ്പേഷൻ ഈസ് റെലവെന്റ്. പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രമേ മാക്സിമം ഫാക്കൽറ്റീസിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കൂ. അറിയാം, ഇതിൽ തന്നെ കൂടുതൽ ആളുകളും ഫാക്കൽറ്റീസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ, പാർട്ടിസിപ്പേഷൻ ഈസ് എ മസ്റ്റ്, റൈറ്റ്? വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും? യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്? ഹലോ നമ്മളുടെ സർ. ഫസ്റ്റ് ലെക്ചർ അതുകൂടെ പറയാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സിലബസ് ഷെഡ്യൂൾ ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഷെഡ്യൂളും റെക്കോർഡിംഗും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ലെക്ചർ വരുന്നത് ലോജിക്കൽ റീസണിംഗ് ആണ്. ലോജിക്കൽ റീസണിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെക്ചർ കേൾക്കുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് പോകരുത്. ഫസ്റ്റ് ലെക്ചർ കംപ്ലീറ്റ് ചെയ്യുക, അത് കാണുക, എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അബ്സർവ് ചെയ്യുക. സെക്കൻഡ് ലെക്ചർ ആകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കണക്ഷൻസ് കിട്ടും. ആദ്യമായിട്ട് ലോജിക്കൽ റീസണിംഗ് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിലാണ് ഞാൻ പറയുന്നത്. സെക്കൻഡ് ലെക്ചർ ആകുമ്പോൾ നിങ്ങൾ അതിനെ തമ്മിൽ കണക്ട് ചെയ്യും. തേർഡ് ലെക്ചർ ആകുമ്പോൾ ഫസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാറും. ഫോർത്ത് ലെക്ചർ ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ആ ലോജിക്കൽ റീസണിംഗ് ഏരിയ ഫസ്റ്റ് പാർട്ട് വെസ്റ്റേൺ ലോജിക് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വരും. ഓക്കെ, ആ രീതിയിലാണ് സെഷൻ വരുന്നത്. അപ്പോൾ ലോജിക്കൽ റീസണിങ്ങിന്റെ ഫസ്റ്റ് ലെക്ചർ ഫ്രൈഡേ മോർണിംഗ് പ്രൊവൈഡ് ചെയ്യും. ഫ്രൈഡേ മോർണിംഗ് ആണ് നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ജനറൽ പേപ്പറിന്റെ ക്ലാസ്സുകൾ വരുന്നത് മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ദിവസങ്ങളിലും പേപ്പർ 2ന്റെ ക്ലാസ്സുകൾ വരുന്നത് ബാക്കി ദിവസങ്ങളിലുമാണ്. വീക്കെൻഡിൽ സാറ്റർഡേ ആൻഡ് സൺഡേ ദിവസങ്ങളിൽ ഈവനിങ്ങിൽ നമുക്കൊരു ലൈവ് ലെക്ചർ വരും. സാറ്റർഡേ ഓർ സൺഡേ ഒരു ലെക്ചറാണ് പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് അഡീഷണലി വേണ്ട സമയങ്ങളിൽ, ഇനീഷ്യലി നമ്മൾ അങ്ങനെ പോകുന്നു, അഡീഷണലി വേണ്ട സമയങ്ങളിൽ കൂടുതൽ ലെക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യാം. ഇനി നിങ്ങൾ ഡിമാൻഡ് ചെയ്യുകയാണ് ഈ ടോപ്പിക്കിൽ എനിക്ക് ലൈവ് ലെക്ചർ വേണം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് അഡീഷണൽ ലൈവ് ലെക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ, എന്തായിരുന്നു അത്? ഇല്ല, ഞാൻ ജനറൽ പേപ്പറിന്റെ കാര്യം പറഞ്ഞില്ല. അപ്പൊ സബ്ജക്റ്റിന്റേത് എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ അതാ ഞാൻ വേണ്ടിയായിരുന്നു. അപ്പൊ സാർ പറഞ്ഞത്. ഒന്ന് പറഞ്ഞു. സബ്ജക്റ്റിന്റെയും ജനറൽ പേപ്പറിന്റെ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ദിവസങ്ങളിലും സബ്ജക്ട് പേപ്പറിന്റെ ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ ദിവസങ്ങളിലുമാണ് വരുന്നത്. ഓക്കെ. ഓക്കെ, എനി അതർ ക്വസ്റ്റ്യൻസ്? MCQ പ്രൊവൈഡ് ചെയ്യുന്നത് അന്നത്തെ ലെക്ചറിനെ ബേസ് ചെയ്തിട്ടാണോ? അതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ലോജിക്കൽ റീസണിങ്ങിന്റെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ MCQയും അതേപോലെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അന്ന് എടുത്തിരിക്കുന്ന ലെക്ചറുമായി ബന്ധപ്പെട്ട MCQs അന്ന് ഈവനിങ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതാണ് പ്രിപ്പറേഷൻ എപ്പോഴും നല്ലത്, അല്ലേ? ആണെന്നാണ് എന്റെ വിശ്വാസം, റൈറ്റ്? ആ ടോപ്പിക് ഏരിയ അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് പോകാമല്ലോ. അല്ലാതെ വേറെ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട MCQ കിട്ടുന്നതുകൊണ്ട് അർത്ഥമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഡെയിലി നമ്മൾ ഏത് ടോപ്പിക്കാണോ ഡിസ്കസ് ചെയ്യുന്നത് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട MCQ ടെസ്റ്റ്, ഒരു ചെറിയ ടെസ്റ്റ് നമുക്ക് അന്നുണ്ടാവും. ദെൻ നെക്സ്റ്റ് ഡേ അതുമായി ആ ടോപ്പിക് ഏരിയ ഏതാണോ അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് ഉണ്ടാവും. ദെൻ വീക്കെൻഡിൽ, അത് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വീക്കെൻഡിൽ നമുക്ക് ആ വീക്കിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ ടെസ്റ്റ്, ലൈക്ക് ഒരു 50 ക്വസ്റ്റ്യൻ്റെ ഒക്കെ ഒരു ടെസ്റ്റ് നമുക്ക് പ്ലാൻ ചെയ്യാം. അതാണ് ഇപ്പോഴത്തെ പ്ലാനിങ്. ക്ലിയർ അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം കേട്ടോ. നമ്മളിപ്പോ ഈ ഒരു സ്റ്റേജിലാണ്, റെക്കോർഡിംഗ് സ്റ്റേജിലാണ് ഇപ്പൊ നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. എനി അതർ ഒപ്പീനിയൻസ്? പറയും. ഇപ്പൊ ലെക്ചർ ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് അതില് ഇപ്പൊ ഒരു പോർഷൻ എടുക്കുമ്പം ആ പോർഷനിൽ വന്നിരിക്കുന്ന ഏതെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടാവോ? തീർച്ചയായും ഓരോ ടോപ്പിക് ഏരിയയുടെയും എൻഡില് PYQs തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അതായത് ആദ്യം നമ്മളിപ്പോ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്, സേ ഫോർ എക്സാമ്പിൾ ഒരു 55 മിനിറ്റ്സ് ഉള്ള ലെക്ചർ ആണെങ്കിൽ അതിനകത്ത് ഒരു കംപ്ലീറ്റ് ടോപ്പിക് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടീച്ചിങ്ങിന്റെ ലെവൽസ് ഓഫ് ടീച്ചിങ് ആണെന്ന് വിചാരിക്കാം. ഈ ടീച്ചിങ്ങിന്റെ ലെവൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ കംപ്ലീറ്റ് ചെയ്യുന്ന പോയിന്റിൽ യു വിൽ ഗെറ്റ് 4 or 5 MCQ PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിനകത്ത് തന്നെ പറയും. അതിനുശേഷം അടുത്ത ടോപ്പിക്ക് പറഞ്ഞ് എൻഡ് ചെയ്യുമ്പോഴും നോർമലി അവിടെയും ആ ഒരു ടോപ്പിക് ഏരിയയുമായി ബന്ധപ്പെട്ട 4 or 5 MCQs അവിടെ പറയും. അതിനുശേഷം ടുവേർഡ്സ് ദി എൻഡ് ഈവനിങ്ങിൽ ഈ രണ്ട് ടോപ്പിക് ഏരിയയുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ വീക്കെൻഡിലേക്ക് വരുമ്പോൾ അഡീഷണലി ഒരു ടെസ്റ്റ് കൂടി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും.
മനസ്സിലായോ? സബ്ജക്ട് പേപ്പറിൽ പ്രോബ്ലംസ് വരുന്നുണ്ടോ? ഏത് സബ്ജക്റ്റ് ആയിരുന്നു ഇത്? അല്ല, ഈ കൊമേഴ്സിന്റെ ഇതില് ഉള്ള യൂണിറ്റുകളിലെ കൊമേഴ്സിന്റെ ആ ആ കൊമേഴ്സിന്റെ അതില് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്തിട്ട് വലുത് വരുമോ? ഏതാ അല്ലെ ചെറിയ ചെറിയ വലിയ പ്രോബ്ലംസ് ആയിരിക്കും, അല്ലെ ചെറിയ ചെറിയ? നോർമലി ഒരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണല്ലോ വരുന്നത്. അപ്പോ അപ്പൊ MCQ ആയതുകൊണ്ട് തന്നെ നമ്മളോട് നോർമലി ഡയറക്റ്റ്ലി കണ്ടെത്താവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിട്ട് വരാറ്. ആ, പിന്നെ ആ ഒരു ഏരിയ നമുക്ക് അറിയണം എന്നുള്ള കേസ് മാത്രമേ. ഇപ്പൊ EOQ ഒക്കെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ, ഇക്കണോമിക് ചെറിയ ചെറിയ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇക്വേഷൻസ് ഒക്കെ ഉള്ള സൈസ്. അതെ അതെ അതെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ഉം. ദെൻ പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, അതുമായി ബന്ധപ്പെട്ട ഉം. ചെറിയ ക്വസ്റ്റ്യൻസ്, വേരിയൻസ് അനാലിസിസ് പോലുള്ള ഏരിയയിൽ നിന്ന് വരുന്ന. പിന്നെ ഉം, പിന്നീട് കണ്ടിട്ടുള്ള കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു കോസ്റ്റിംഗ് ഏരിയയിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പക്ഷെ ഇപ്പം എക്സാമിന് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണാനും അങ്ങനത്തെ കോസ്റ്റ് ഓഫ് ക്യാഷ് ക്യാപിറ്റൽ ഫ്ലോയുടെ ഒക്കെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വരാറുണ്ട്. ആ ഇപ്പൊ വരുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആ കണ്ടുപിടിക്കാൻ വരുന്നുണ്ട്. പിന്നെ പാർട്ണർഷിപ്പിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് പാർട്ണർഷിപ്പിന്റെ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് എക്സാം. വരുന്നുണ്ട്, പണ്ട് തൊട്ടേ വരുന്ന ക്വസ്റ്റ്യൻ ഏരിയ. അപ്പം നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഇപ്പൊ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ടാക്സിന്റെ ആയാലും കോസ്റ്റിംഗിന്റെ ആയാലും ഇങ്ങനത്തെ പ്രോബ്ലംസ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ഉൾപ്പെടുത്തും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് അഡീഷണലി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോരെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, അത് തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്ത ഫാക്കൽറ്റീസ് ഹെൽപ്പ് ചെയ്തോളൂ. ഓക്കെ. അല്ലാതെ കറന്റ് അഫയേഴ്സ് വരുന്നുണ്ടോ എക്സാമില്? ഇല്ല ഇല്ല മൊത്തത്തിൽ ഇല്ല 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 അല്ലേ? ഇല്ല. നമുക്ക് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ, അതാ ഞാൻ പറഞ്ഞു, കറണ്ട് അഫയർ ഏരിയ എന്ന് പറയുന്നത് ആകെ വരുന്നത് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്. അതിനകത്ത് ഏതെങ്കിലും സമ്മിറ്റുകളോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചോദിക്കാം. അതേപോലെ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഇപ്പൊ റീസെന്റ് നടന്നിട്ടുണ്ട്, ഇപ്പൊ ഒരു കൊടുങ്കാറ്റ് വീശി, അതിന്റെ പേരെന്താന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. അതൊന്നും ഡയറക്ട്ലി ഫ്രം ദി സിലബസ് അല്ല, അതൊരു ഓപ്പൺ ഏരിയ ആണ്, വേണമെങ്കിൽ ചോദിക്കാം എന്നുള്ള രീതിയിൽ വരാവുന്നത്. പിന്നെ വരാവുന്നത് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇനീഷ്യേറ്റീവ്സ് ഉണ്ടെങ്കിൽ, സെൻട്രൽ ഗവൺമെന്റ് ചിലപ്പോൾ ചില ഇനീഷ്യേറ്റീവ്സ് പുതുതായിട്ടൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ടാവും, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാം. പിന്നെ NEP ഇല്ലേ, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, അതിൽ നിന്നുമൊക്കെ ചില അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിലുപരിയായിട്ടൊന്നും ചോദിക്കാറില്ല. ദെൻ എൻവയോൺമെന്റ് കൺസേൺഡ് ആയിട്ടുള്ള ഏതെങ്കിലും റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിന്റെ ഫീച്ചേഴ്സിനെ പറ്റി ചോദിക്കും. അത് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് ഭാഗമാണ്. അല്ലാതെ നമ്മൾ മറ്റ് എക്സാമിനേഷനെ ചോദിക്കുന്ന പോലെ ജനറൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ഇതിനകത്തില്ല. ഓക്കെ. സബ്ജക്ട് പേപ്പർ എന്നൊക്കെയാണ് ക്ലാസ് ഉണ്ടാവുക? മൺഡേയും സബ്ജക്ട് പേപ്പറിന്റെ ക്ലാസ് വരുന്നത് ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ. സബ്ജക്ട് പേപ്പർ നമ്മൾ നെക്സ്റ്റ് വീക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ട്യൂസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് സാറ്റർഡേ ദിവസങ്ങളിലാണ്. ഈ വീക്കിൽ ഇപ്പോൾ നമ്മൾ ഫ്രൈഡേയിൽ പേപ്പർ 1 ലെക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വീക്കിലായിരിക്കും എല്ലാം ഷെഡ്യൂൾഡ് ആവുന്നത് കേട്ടോ. സാർ ഒരു ഡൗട്ട്, ഇപ്പൊ സബ്ജക്ട് പേപ്പർ വന്നിട്ട് കൊമേഴ്സും മാനേജ്മെന്റും ഉൾപ്പെടുന്നുണ്ടല്ലോ. ഉണ്ട്. ഹലോ. അപ്പോ ഞാൻ വന്നിട്ട് കൊമേഴ്സ് ആണ് സബ്ജക്ട്. അതെ. അപ്പോ അതിന്റെ സിലബസ് എങ്ങനെയായിരിക്കും ഡീൽ ചെയ്തിട്ടുണ്ടാവുക? അതായത് സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ്സുകള് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയാം. ഡിഫറൻസസ് ഉണ്ട്. അതായത് ഇപ്പോൾ കൊമേഴ്സിന്റെ സബ്ജക്റ്റിലാണെങ്കിൽ ടാക്സേഷൻ പോലുള്ള ഏരിയാസ് ഉണ്ട്. മാനേജ്മെന്റ് ടോപ്പിക് ഏരിയയിൽ ടാക്സേഷൻ ഇല്ല, പകരം സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, ഓപ്പറേഷൻ മാനേജ്മെന്റ്, ഓപ്പറേഷൻ റിസർച്ച് പോലുള്ള ഏരിയാസ് ആണ് വരുന്നത്. ഓക്കെ. കൊമേഴ്സിലേക്ക് വരുമ്പോൾ കൊമേഴ്സിൽ അഡീഷണൽ വരുന്ന സബ്ജക്ട്സ് പറയുകയാണെങ്കിൽ ബിസിനസ് എൻവയോൺമെന്റ് വരുന്നുണ്ട്, അത് മാനേജ്മെന്റിൽ ഇല്ല. പിന്നെ വരുന്നത് OB, ഓർഗനൈസേഷണൽ ബിഹേവിയർ ഏരിയ വരുന്നുണ്ട്, മാനേജ്മെന്റ് വരുന്നുണ്ട്, അത് കൊമേഴ്സിൽ ഇല്ല. അങ്ങനെ കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. എന്നാലും ഒരു 60% ഏരിയ സെയിം ആണ്, 40% ഏരിയയിലാണ് ഡിഫറൻസസ് വരുന്നത്. മനസ്സിലായോ? ഓക്കെ. കൊമേഴ്സുകാർക്ക് മാനേജ്മെന്റ് എഴുതുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷേ നമ്മളൊരു ജോലിക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ അത് അംഗീകരിച്ചില്ലെന്ന് വരും. എക്സാം എഴുതാം. എക്കണോമിക്സിൽ എഴുതാം വേണമെങ്കിൽ, അതും പ്രശ്നമൊന്നുമില്ല, പക്ഷെ അംഗീകരിക്കപ്പെട്ടില്ലെന്ന് വരും. നമുക്ക് ആ നെറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ? വേറെന്തെങ്കിലും ചോദ്യങ്ങൾ?
അപ്പൊ ഇന്ന് ആ സിലബസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതെല്ലാവർക്കും ഒരു ബ്രീഫ് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി സബ്ജക്ട്സ് ഓരോന്ന് പറയുമ്പോഴും നമുക്ക് ആ സബ്ജക്റ്റിന്റെ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെ തുടങ്ങാം. സോ ഐ ഹോപ്പ് ദാറ്റ്സ് ഇനഫ് ഫോർ ദി ഡേ, റൈറ്റ്? ഷാൽ ഐ വൈൻഡ് അപ്പ്? വൈൻഡ് അപ്പ് ചെയ്തോട്ടെ? ഓക്കെ ഓൾ, താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു വെരി മച്ച്. നമ്മളപ്പോൾ ഫ്രൈഡേ ഫസ്റ്റ് ലെക്ചറോടുകൂടി സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വീക്കിൽ ഷെഡ്യൂൾ കറക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകും. ഷെഡ്യൂൾ ഞാൻ നാളെയും മറ്റന്നാളുമായിട്ട് തന്നോളാം. സോ താങ്ക് യു ഓൾ, ബൈ. താങ്ക് യു സർ. താങ്ക് യു.